നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ദിനപത്ര വായനയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഏപ്രിൽ 3 വ്യാഴം. ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് 26% ഇറക്കുമതി തീരുവ. ലോകത്തിന്റെ സാമ്പത്തിക വ്യാപാര ക്രമത്തെ തകിടം മറിക്കുന്ന പകരം തീരുവ പ്രഖ്യാപിച്ച് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. മറ്റു രാജ്യങ്ങൾ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് ചുമത്തുന്ന ഇറക്കുമതി തീരുവയുടെ നേർപകുതി അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് മേൽ ഇനി US ചുമത്തും. ഇപ്രകാരം ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് ഇനി മുതൽ US-ൽ 26% ഇറക്കുമതി തീരുവ ഉണ്ടാകും. വഖഫ് ഭേദഗതി ബിൽ ലോക്സഭ കടന്നു. പ്രതിപക്ഷത്തിന്റെ കടുത്ത എതിർപ്പിനിടെ 14 മണിക്കൂറോളം നീണ്ട മാരത്തൺ ചർച്ചയ്ക്കും വോട്ടെടുപ്പിനുമൊടുവിൽ വഖഫ് ഭേദഗതി ബിൽ ഇന്ന് പുലർച്ചെ 1:56 ലോക്സഭ പാസാക്കി. 288 പേർ ബില്ലിനെ അനുകൂലിച്ചപ്പോൾ 232 പേർ എതിർത്തു. 520 പേരാണ് വോട്ട് ചെയ്തത്. CPM പാർട്ടി കോൺഗ്രസിൽ സംഘടനാ റിപ്പോർട്ട്. പതിവ് മാതൃകയിലുള്ള സമരങ്ങൾ മടുത്തെന്നും പുതുതലമുറയെ ആകർഷിക്കാൻ പുതിയ സമരമുറകൾ കണ്ടുപിടിക്കണമെന്നും ഇന്നലെ ആരംഭിച്ച CPM പാർട്ടി കോൺഗ്രസിൽ അവതരിപ്പിച്ച സംഘടനാ റിപ്പോർട്ടിൽ നിർദ്ദേശം. ആശാപ്രവർത്തകർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ 52 ദിവസമായി തുടരുന്ന സമരം ഒത്തുതീർക്കാൻ തൊഴിലാളി സംഘടനകളുമായി സർക്കാരിന്റെ ചർച്ച ഇന്ന്. സർവകലാശാലകളിലും കോളേജുകളിലും സംഘടിപ്പിക്കേണ്ട ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളുടെ രൂപരേഖ തയ്യാറാക്കാൻ ഗവർണർ രാജേന്ദ്ര അർലേക്കർ ഇന്നു മുതൽ വൈസ് ചാൻസലർമാരുമായി കൂടിക്കാഴ്ച നടത്തും. ചൂടിനെ പ്രതിരോധിക്കാൻ മൃഗശാലയിലെ മൃഗങ്ങൾക്ക് തണുപ്പ് ചികിത്സ. പാമ്പിന് പെഡസ്റ്റൽ ഫാൻ, ഹിമാലയൻ കരടിക്ക് തണുപ്പിച്ച് ഐസ് രൂപത്തിലാക്കിയ പഴങ്ങൾ, കാണ്ടാമൃഗത്തിന് കുളിക്കാൻ മുഴുവൻ സമയവും ഷവർ തുടങ്ങി ചൂടിനെ തടുക്കാൻ മൃഗശാലയിലെ താമസക്കാർക്ക് കാര്യമായ കരുതലാണ് നൽകുന്നത്. ഇനി കാഴ്ചപ്പാട് പേജ് നോക്കാം. ഈ ലോകത്തിലെ ആരുമായും സ്വയം താരതമ്യം ചെയ്യരുത്. അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾ സ്വയം അപമാനിക്കുകയാണ്. മൈക്രോസോഫ്റ്റ് സ്ഥാപകൻ ബിൽഗേറ്റ്സിന്റെ വാക്കുകളാണ് ഇന്നത്തെ ചിന്ത. എന്താണ് വഖഫ്? ഇസ്ലാമിക വിശ്വാസപ്രകാരം മതപരമോ ആത്മീയമോ ജീവകാരുണ്യപരമോ ആയ ആവശ്യങ്ങൾക്ക് വേണ്ടി ദൈവത്തിന്റെ പേരിൽ സമർപ്പിക്കുന്ന വസ്തുക്കളെയാണ് വഖഫ് എന്ന് പറയുന്നത്. മുസ്ലിങ്ങളുടെ ആരാധനാലയങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, അനാഥാലയങ്ങൾ, ഖബറിടങ്ങൾ, ദർഗങ്ങൾ തുടങ്ങിയവയെല്ലാം വഖഫ് ഭൂമികളാണ്. വഖഫായി പ്രഖ്യാപിക്കപ്പെട്ട ഭൂമി, വസ്തു അവ പിന്നീട് തിരിച്ചെടുക്കാനോ ക്രയവിക്രയം നടത്താനോ മറ്റ് അവകാശങ്ങൾക്ക് ഉപയോഗിക്കാനോ സാധിക്കുകയില്ല. ഈ ഭൂമിയുടെ കൈകാര്യാവകാശം വഖഫ് ബോർഡിനാണ്. ട്രസ്റ്റുകൾക്ക് കീഴിലുള്ള സ്വത്തുക്കൾ എങ്ങനെ കൈകാര്യം ചെയ്യപ്പെടുന്നുവോ അതിനു സമാനമായ രീതിയിലാണ് വഖഫ് സ്വത്തുക്കൾ കൈകാര്യം ചെയ്യുന്നത്. സംസ്ഥാന സർക്കാർ എയിംസിനായി കണ്ടെത്തിയ കോഴിക്കോട് കിനാലൂരിലെ ഭൂമിയിൽ കേന്ദ്ര അനുമതി ലഭിക്കും മുൻപേ ലക്ഷങ്ങൾ ചെലവഴിച്ചതിൽ അതിരൂക്ഷ വിമർശനവുമായി ഹൈക്കോടതി. കേന്ദ്ര മാനദണ്ഡങ്ങൾ പാലിച്ചാണോ എയിംസിനായി ഭൂമി കണ്ടെത്തിയതെന്ന കോടതിയുടെ ചോദ്യത്തിന് മറുപടിയായി സർക്കാർ സമർപ്പിച്ച സത്യവാങ്മൂലത്തിലാണ് പണം ചെലവഴിച്ചതിന്റെ വിവരങ്ങൾ ഉൾപ്പെട്ടത്. രാജ്യാന്തര ലഹരി റാക്കറ്റ് ഇന്ത്യൻ സമുദ്രം വഴി കടത്താൻ ശ്രമിച്ച 2507 കിലോഗ്രാം ലഹരി മരുന്ന് നാവികസേന പിടികൂടി. കസ്റ്റഡിയിലുള്ള പ്രതികളുടെ വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല. 2386 കിലോഗ്രാം ഹാഷിഷും 121 കിലോഗ്രാം ഹെയറോയിനുമാണ് പിടിച്ചത്. ഗാസയിൽ 24 മണിക്കൂറിൽ ഇസ്രയേൽ നടത്തിയ ബോംബാക്രമണങ്ങളിൽ 11 കുട്ടികളടക്കം 40 പാലസ്തീൻകാർ കൊല്ലപ്പെട്ടു. ഗാസയുടെ കൂടുതൽ മേഖലകൾ പിടിച്ചെടുക്കാൻ സൈനിക നടപടി വ്യാപിപ്പിക്കുകയാണെന്ന് പ്രതിരോധ മന്ത്രി. മധ്യവേനൽ അവധിക്കാലത്ത് ക്ലാസ് നടത്തുന്നത് വിലക്കി പുറപ്പെടുവിച്ച ഉത്തരവുകൾ 2024-25 അധ്യയന വർഷവും കർശനമായി നടപ്പാക്കണമെന്ന് ബാലാവകാശ കമ്മീഷൻ ഉത്തരവ്. നിയമനം ആവശ്യപ്പെട്ട് വനിതാ സിവിൽ പോലീസ് ഓഫീസേഴ്സ് റാങ്ക് പട്ടികയിൽ ഉൾപ്പെട്ടവർ സെക്രട്ടേറിയറ്റ് പടിക്കൽ അനിശ്ചിതകാല നിരാഹാര സമരം ആരംഭിച്ചു. 14 ജില്ലകളിൽ നിന്നായി 100ഓളം പേരാണ് നിരാഹാരമിരിക്കുന്നത്. 16 ദിവസം കൂടി കാലാവധിയുള്ള റാങ്ക് പട്ടികയിൽ 672 പേർക്കാണ് ഇനി നിയമനം ലഭിക്കാനുള്ളത്. 292 ഒഴിവുകൾ മാത്രമാണ് 11 മാസം കൊണ്ട് റിപ്പോർട്ട് ചെയ്തത്. കായികം. IPL ബംഗളൂരുവിനെതിരെ ഗുജറാത്തിന് 8 വിക്കറ്റ് വിജയം. ഇതോടെ ഇന്നത്തെ ദിനപത്ര വായന സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.